ഹലോ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഗൂഗിൾ ടീം ഫോട്ടോ ഫ്രെയിം എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നാണ്. അപ്പോൾ ആദ്യം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ക്യാൻവ എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, ഇതാണ് ക്യാൻവ. എന്നിട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്യുക, ഓപ്പൺ ചെയ്യുക. നമ്മളിന്ന് ക്യാൻവ വഴിയാണ് ഗൂഗിൾ ടീം ഫോട്ടോ ഫ്രെയിം എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ക്യാൻവ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇനി ആ താഴെ ഒരു ബ്ലൂ കളറിൽ പ്ലസ് ഐക്കൺ കാണാൻ പറ്റും, അതൊന്ന് ടാപ്പ് ചെയ്യാം. ഇപ്പോൾ ഒരു സെർച്ച് ബാർ ഓപ്പണായി വന്നിട്ടുണ്ട്. അവിടെ നമുക്ക് ഏത് സൈസാണ് വേണ്ടത് അത് ടൈപ്പ് ചെയ്യാം. A4 ആണെങ്കിൽ A4 ഡോക്യുമെൻ്റ് ടൈപ്പ് ചെയ്യുക, A5 ആണെങ്കിൽ A5 ഡോക്യുമെൻ്റ് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഞാനിപ്പോൾ A5 ഡോക്യുമെൻ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം. പ്ലേ സ്റ്റോർ ഓപ്പൺ ആയിട്ട് പിൻട്രസ്റ്റ് എന്നൊരു ആപ്പ് നമുക്ക് വേണം. അപ്പോൾ പിൻട്രസ്റ്റ് സെർച്ച് ചെയ്യുക, ഇതാണ്. ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇനി അതിൻ്റെ സെർച്ച് ബാറിൽ പോയിട്ട് നമുക്ക് ഗൂഗിൾ തീം ബാക്ക്ഗ്രൗണ്ട് എന്ന് സെർച്ച് ചെയ്യണം. ഗൂഗിൾ തീം ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, ഇനി വരുന്ന ആ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടാണ് നമുക്ക് ആവശ്യം. അതിൻ്റെ തൊട്ട് താഴെയായിട്ടൊരു 3 ഡോട്ട് കാണാം. ആ 3 ഡോട്ട് ടാപ്പ് ചെയ്താൽ താഴെ ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ കാണാം. നമുക്ക് അവിടെ നിന്ന് ഫോട്ടോ ഡൗൺലോഡ് ചെയ്യാം. ഇപ്പോൾ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ക്യാൻവ എടുക്കാം. ഇനി ക്യാൻവയിൽ താഴെയായിട്ട് ഗാലറി എന്നൊരു ഓപ്ഷൻ കാണും. ഗാലറി സെലക്ട് ചെയ്യുക. അവിടെ നമ്മൾ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്ത ഫോട്ടോ ഒന്ന് ആഡ് ടു പേജ് കൊടുക്കാം. ഇനി നമ്മളെടുത്ത ആ ഫോട്ടോ നമുക്ക് ആ മുകളിലത്തെ ഭാഗം മാത്രം മതി. ഒന്ന് ക്രോപ്പ് ചെയ്തെടുക്കുക, സൈസ് ഒന്ന് വലുതായി കൊടുക്കുക. ഓക്കെ, ഇത് മതിയാവും. ഇനി നമുക്ക് ഒന്നും കൂടി ഗാലറി ഓപ്പൺ ചെയ്യുക. നമുക്ക് ഏതൊക്കെ ഫോട്ടോസാണോ ആഡ് ചെയ്യേണ്ടത് ആ എല്ലാ ഫോട്ടോസും ഓരോന്നായിട്ട് നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിഷ്ടമുള്ള രീതി എങ്ങനെയാണോ, 4 ഫോട്ടോയോ 2 ഫോട്ടോ എത്ര ഫോട്ടോ ആണോ നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് ഈ ഗൂഗിൾ ടീം ഫോട്ടോ ഫ്രെയിം പിക്സാർട്ട് വഴിയും ക്യാൻവ വഴിയൊക്കെ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ക്യാൻവ വഴി എങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാമെന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ഫോട്ടോ ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി താഴെയായിട്ട് ടെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ടാപ്പ് ചെയ്യുക. അതിൽ ആഡ് എ സബ് ഹെഡിങ് സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് എന്താണോ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് അതോടെ ടൈപ്പ് ചെയ്യാം. ഞാനിപ്പോൾ ഹാപ്പി ബർത്ത്ഡേ എന്നാണ് ടൈപ്പ് ചെയ്തിരിക്കണേ. ഓക്കെ, ഞാനിപ്പോൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കതിൻ്റെ ഫോണ്ട് സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഫോണ്ട് സൈസ് ഒന്ന് കുറച്ച് കൊടുക്കാം. താഴെ തന്നെ ഫോണ്ട് സൈസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഫോണ്ട് സൈസ് ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫോണ്ടും ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് നോക്കി സെലക്ട് ചെയ്ത് ഫോണ്ടും കൂടി ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ആ ടൈപ്പ് ചെയ്തത് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ബാറിൻ്റെ അവിടെയായിട്ട് കൊണ്ടുവച്ച് കൊടുക്കുക. നമ്മൾ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തെടുത്ത പോലെയാണ് കാണേണ്ടത്. ഇനി ഒന്നുകൂടി ടെക്സ്റ്റ് എടുക്കുക, അതിൽ ആഡ് സബ് ഹെഡിങ് കൊടുക്കുക. നമുക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ക്യാപ്ഷൻ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കൂടി നമ്മൾ ടൈപ്പ് ചെയ്ത് ആഡ് ചെയ്യുക. എന്നിട്ട് നേരത്തെ പോലെ തന്നെ നമുക്ക് ഫോണ്ട് സൈസ് കുറയ്ക്കണോ കൂട്ടണോ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അതുപോലെ ഫോണ്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഫോണ്ടും കൂടി ചേഞ്ച് ചെയ്യുക. ഞാനിപ്പോൾ ആ ടൈപ്പ് ചെയ്തത് താഴെയായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സേവ് ചെയ്യാം. സേവ് ചെയ്യുമ്പോൾ മുകളിലായിട്ടൊരു ആരോ മാർക്ക് കാണും, അതൊന്ന് ടാപ്പ് ചെയ്യുക. താഴെ ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ കാണും. ഡൗൺലോഡ് കൊടുക്കുമ്പോൾ അതിൽ നമ്മൾ PDF ബെസ്റ്റ് ഫോർ PDF പ്രിൻ്റ് എന്നൊരു ഓപ്ഷൻ കാണും, അത് തന്നെ കൊടുക്കുക. അത് കൊടുത്തിട്ട് സേവ് ചെയ്യാം. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ ക്യാൻവ വഴി സിമ്പിളായിട്ട് ഗൂഗിൾ ടീം ഫോട്ടോ ഫ്രെയിം എഡിറ്റ് ചെയ്യുന്നത്. എഡിറ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.